ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ്. 2023 ഓഗസ്റ്റ് 2-ാം തീയതി എക്സ് സർവീസ് മെന്നിന് വേണ്ടി നടന്ന LDC എക്സാമിന്റെ ചോദ്യ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാനായി പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 138/2023. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ഗ്രൂപ്പ് BN ഭട്നാഗർ, ഡോക്ടർ രാജാരാമണ്ണ, ലക്ഷ്മണസ്വാമി മുതലിയാർ. 2 VP മേനോൻ, ഫസൽ അലി, KM പണിക്കർ. 3 ഗുൽസാരിലാൽ നന്ദ, TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. ഇവയിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം എന്നതാണ് ചോദ്യം. ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ തെറ്റാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല എന്നതാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കർ എന്നിവരാണ്. 1953 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കമ്മീഷൻ രൂപീകരിച്ചത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് ഫസൽ അലി. ഫസൽ അലിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 അംഗങ്ങളാണ് KM പണിക്കരും HN കുൻസ്രുവും. VP മേനോൻ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്ന മലയാളിയാണ്. അടുത്ത ചോദ്യം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബോസ്റ്റൺ ടീ പാർട്ടി, രക്തരൂക്ഷിത ഞായറാഴ്ച, ബോക്സർ കലാപം. ഇവയിൽ രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, റഷ്യൻ വിപ്ലവമാണ്. രക്തരൂക്ഷിത ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. 1905 ജനുവരി 9 രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന സംഭവം ഉണ്ടായത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. നടന്നത് 1789 ജൂൺ 20 ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773 ഡിസംബർ 16 ബോക്സർ കലാപം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വർഷം 1900 രക്തരൂക്ഷിത ഞായറാഴ്ച 1905 ജനുവരി 9 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20 ഫ്രഞ്ച് വിപ്ലവം. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ബോക്സർ കലാപം ചൈനീസ് വിപ്ലവം 1900. അടുത്ത ചോദ്യം. പെൻഗംഗ, തുംഗഭദ്ര, ദാമോദർ, തീസ്ത ഇന്ത്യയിലെ ചില നദികളാണിവ. ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏതാണ്? ഗോദാവരിയുടെ പോഷക നദി പെൻഗംഗയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. പെൻഗംഗ, പ്രാണഹിത, ശബരി, ഇന്ദ്രാവതി, പൂർണ, മഞ്ജീര എന്നിവയാണ് ഗോദാവരിയുടെ പോഷക നദികൾ. പെൻഗംഗ, പ്രാണഹിത, ശബരി, ഇന്ദ്രാവതി, പൂർണ, മഞ്ജീര എന്നിവയാണ് ഗോദാവരിയുടെ പോഷക നദികൾ. തുംഗഭദ്ര കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. അടുത്ത ചോദ്യം PSC ക്യാൻസൽ ചെയ്തതാണ്. 5-ാമത്തെ ചോദ്യം. 1947 കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശൂർ. 1947 കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരളം പാസാക്കിയ കൺവെൻഷൻ നടന്നത് തൃശൂരാണ്. മേൽ തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? കോണ്ടൂർ രേഖകൾ. എന്താണ് കോണ്ടൂർ രേഖകൾ? സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. അടുത്ത ചോദ്യം. അലഹബാദ് ഹാൽദിയ, സാദിയ ധൂബ്രി, കോട്ടപ്പുറം കൊല്ലം, കാക്കിനഡ പുതുച്ചേരി. ഇന്ത്യയിലെ ചില ദേശീയ പാതകളാണിവ. ഇവയിൽ നാഷണൽ വാട്ടർ വേ 1 ഏതാണ്? നാഷണൽ വാട്ടർ വേ 1
അലഹബാദ് മുതൽ ഹാൽദിയ വരെയുള്ളതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ദേശീയ ജലപാത 1 അലഹബാദിനെ ഹാൽദിയയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് സാദിയ മുതൽ ദുബ്രി വരെ. സാദിയ, ദുബ്രി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത് ദേശീയ ജലപാത 2 ആണ്. കൊല്ലം കോട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം കോഴിക്കോട് എന്ന് പറയുന്നത് ദേശീയ ജലപാത 3 ആണ്. കാക്കിനഡ പുതുച്ചേരി ദേശീയ ജലപാത 4 ആണ്. അടുത്ത ചോദ്യം, ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത്? ഉത്തരം ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3 മാത്രമാണ്. മലബാർ മേഖലയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ്. 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ UN രക്ഷാസമിതിയാണ്. 2021 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം UN രക്ഷാസമിതിയാണ്. അടുത്ത ചോദ്യവും PSC ക്യാൻസൽ ചെയ്തതാണ്. 11ാമത്തെ ചോദ്യം, സിയാൽ, ഹിൻഡാൽകോ, കൊച്ചി മെട്രോ, ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ഊർജ സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ്. ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 4 ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ആണ് ഊർജ സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ സ്ഥാപനം. അടുത്ത ചോദ്യം, പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണ്? ഉത്തരം പുന്നപ്ര വയലാർ സമരമാണ്. ഓപ്ഷൻ ഡി ആണ്. പൗരസ്വാതന്ത്ര്യത്തിനും ജനായത്ത ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946 ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് കരിമ്പാണ്. ഏതൊക്കെയാണ് റാബി വിളകൾ? ഗോതമ്പ്, പയർ, കടുക്, ബാർലി, പുകയില, കടല ഇവയൊക്കെയാണ് റാബി വിളകൾ. ഗോതമ്പ്, പയർ, കടുക്, ബാർലി, പുകയില, കടല എന്നിവയൊക്കെയാണ് റാബി വിളകൾ. കരിമ്പ് ഖാരിഫ് വിളയാണ്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു. ഒഡീഷ സുന്ദർഗഡ്, കർണാടകം നീലഗിരി, തമിഴ്നാട് സേലം, ജാർഖണ്ഡ് സിംഘം. മുകളിൽ തന്നിട്ടുള്ളതിൽ തെറ്റായ ജോഡി കർണാടകം നീലഗിരി എന്നതാണ്. നീലഗിരി കർണാടകത്തിലല്ല, തമിഴ്നാട്ടിലാണ്. അപ്പോ ശരിയായ ഉത്തരം തെറ്റായ ജോഡി ഓപ്ഷൻ ബി 2 മാത്രം എന്നതാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൽ ഉൾപ്പെടാത്തത് പെട്രോളിയമാണ്. പെട്രോളിയം ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം എന്നിവയൊക്കെ. അടുത്ത ചോദ്യം, ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ? ഒന്നാമത്തെ പ്രസ്താവന 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 2 എന്നിവയാണ്. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 നിലവിൽ വന്നത്. 1995 ജനുവരി 1 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 1995 ജനുവരി 1 തന്നെയാണ്. നിലവിലെ 164 അംഗരാജ്യങ്ങളാണ് ലോക വ്യാപാര സംഘടനയിൽ ഉള്ളത്.
അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചു എന്ന പ്രസ്താവന ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു എന്ന പ്രസ്താവനയും ശരിയാണ്. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്ന പ്രസ്താവനയാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളാണ് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു എന്നിവയൊക്കെ. അടുത്ത ചോദ്യം, 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചത് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ്. 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകളാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. ഒന്നാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഒന്നാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത് സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാണ്. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത് സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാണ്. 3 തരം അടിയന്തരാവസ്ഥകളാണ് ഉള്ളത്. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇതിൽ ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്. 356 സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. 360 വകുപ്പാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന വകുപ്പ്. 3 തരം അടിയന്തരാവസ്ഥകളാണുള്ളത്. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇതിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ 352 പ്രകാരം, സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ആർട്ടിക്കിൾ 356, സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360. അടുത്ത ചോദ്യം, ഡോക്ടർ PM മുബാറക് പാഷ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആണ്? എക്സാം നടന്ന സമയത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല എന്നതാണ്. അദ്ദേഹം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. നിലവിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ഡോക്ടർ ജഗതി രാജ് VP ആണ്. നിലവിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ജഗതി രാജ് VP ആണ്. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി 2020 ആരംഭിച്ച പ്രദേശം കൊല്ലം മൺട്രോത്തുരുത്താണ്. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃക 2020 ആരംഭിച്ച പ്രദേശം മൺട്രോത്തുരുത്താണ്, കൊല്ലം ജില്ലയിലാണ്. ധർമ്മടം നിയമസഭാ മണ്ഡലം ഏതു ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ് ധർമ്മടം നിയമസഭാ മണ്ഡലം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് ധർമ്മടം നിയമസഭാ മണ്ഡലം, കണ്ണൂർ ജില്ല. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണർക്കാണ്. ഗവർണർക്ക് മാത്രമല്ല, ഗവർണർക്കും രാഷ്ട്രപതിക്കുമാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത്. വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായിട്ടാണ്. UNOയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ റിപ്പോർട്ട് എത്രാമത്തെയാണ്? 6ാമത്തെ റിപ്പോർട്ടാണ്.
UNOയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ റിപ്പോർട്ട് 6ാമത് റിപ്പോർട്ടാണ്. 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയമായിരുന്നു ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക എന്നത്. 2020 പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയമായിരുന്നത് ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക എന്നതാണ്. 2023 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ എന്നതായിരുന്നു 2023 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമായിരുന്നത്. 2023 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ചത് ഐവറി കോസ്റ്റ് ആണ്. 2023 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ചത് ഐവറി കോസ്റ്റ് ആണ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായി പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായി പട്ടേലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ പുറ്റടിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുറ്റടി, ഇടുക്കി ജില്ല. അടുത്ത ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. COVID-19 പ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിനാണ് സ്പുട്നിക് വാക്സിൻ. COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിനാണ് സ്പുട്നിക്. ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? അയോഡിൻ. ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? അയോഡിൻ. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg ആണ്. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg ആണ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ജീവകം A റെറ്റിനോൾ എന്നത് ശരിയായ ജോഡിയാണ്. ജീവകം C റൈബോഫ്ലാവിൻ എന്നതാണ് ശരിയല്ലാത്ത ജോഡി. ജീവകം C അസ്കോർബിക് ആസിഡ് ആണ്. ജീവകം സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് ആണ്. ജീവകം A റെറ്റിനോൾ, ജീവകം B1 തയാമിൻ, ജീവകം E ടോക്കോഫെറോൾ എന്നിവയെല്ലാം ശരിയാണ്. ജീവകം A റെറ്റിനോൾ, ജീവകം C അസ്കോർബിക് ആസിഡ്, ജീവകം B1 തയാമിൻ, ജീവകം E ടോക്കോഫെറോൾ. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ല തൃശൂർ ജില്ലയാണ്. ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ല തൃശൂർ ജില്ലയാണ്. താഴെ പറയുന്നവയിൽ അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ: ഗോയിറ്റർ, ക്രെറ്റനിസം, ഹൈപ്പോതൈറോയിഡിസം ഇവയെല്ലാം തന്നെ അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3. TPRന്റെ പൂർണ്ണരൂപം ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്നാണ്. TPRന്റെ പൂർണ്ണരൂപം ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്നാണ്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. 1 കിലോഗ്രാം വാട്ട് എത്ര ന്യൂട്ടൺ ആണ്? 9.8 ന്യൂട്ടൺ ആണ്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. എത്ര ന്യൂട്ടൺ ആണ്? 9.8 ന്യൂട്ടൺ. മഴവിൽ ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം പ്രകീർണനമാണ്. മഴവിൽ ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം പ്രകീർണനമാണ്. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിനെയാണ് പ്രകീർണനം എന്ന് പറയുന്നത്. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണം ഏതു ബലമാണ്? കൊഹിഷൻ ബലമാണ്. ദ്രാവക ഉപരിതലത്തിൽ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണം കൊഹിഷൻ ബലമാണ്. ദ്രാവക ഉപരിതലത്തിൽ എന്ന് പറയുമ്പോൾ അവിടെയുള്ളതെല്ലാം
ജലതന്മാത്രകളാണ്, ഒരേ ഇനം തന്മാത്രകളാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് പറയുന്ന പേരാണ് കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 2 പ്രോജക്ട് ഡയറക്ടർ മുത്തയ്യ വനിതയാണ്. ചന്ദ്രയാൻ 2 പ്രോജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത. തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ റോജർ പെൻറോസ് ആണ്. തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്ക് 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ റോജർ പെൻറോസ് ആണ്. 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? പിയറി അഗോസ്തിനി, ഫെറൈൻ ക്രൗസ്, ആൻ ലൂലിയർ എന്നിവർക്കാണ് 2023 ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്. പിയറി അഗോസ്തിനി, ഫെറൈൻ ക്രൗസ്, ആൻ ലൂലിയർ എന്നിവർക്കാണ്. ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനവുമായി ബന്ധപ്പെട്ട് പ്രകാശത്തിന്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് പിയറി അഗോസ്തിനി, ഫെറൈൻ ക്രൗസ്, ആൻ ലൂലിയർ എന്നിവർക്ക് 2023 ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം Al2O3 2H2O എന്നതാണ്. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ രാസസൂത്രം Al2O3 2H2O ആണ്. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? കാൽസ്യം ഓക്സൈഡ് ആണ്. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം കാൽസ്യം ഓക്സൈഡ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ഏതിലാണ്? ഡി ബ്ലോക്കിലാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഡി ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം പങ്കിട്ട ജേതാക്കൾ ആരൊക്കെയാണ്? ഇമ്മാനുവൽ ഷാർപെന്റിയർ, ജെന്നിഫർ എ ഡൗന എന്നിവരാണ് 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ടത്. 2023 ആർക്കൊക്കെയാണ് രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്? മൗഗി ബാവേണ്ടി, ലൂയി ഈബ്രസ്, അലക്സി യക്കിമോവ് എന്നിവർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. നാനോ ടെക്നോളജിയിൽ വിപ്ലവത്തിന് വഴിവെച്ച ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് മൗഗി ബാവേണ്ടി, ലൂയി ഈബ്രസ്, അലക്സി യക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിനാണ് 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഈ സാങ്കേതിക വിദ്യ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്രിസ്പർ കാസ്9. ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സങ്കേതത്തിനാണ് 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഈ സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത് ക്രിസ്പർ കാസ്9 എന്നാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് KM പണിക്കരാണ്. നിലവിൽ ആരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്? K സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ K സച്ചിദാനന്ദനാണ്. ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നത് KM പണിക്കരാണ്. സാരേ ജഹാൻ സെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. സാരേ ജഹാൻ സെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. ബഷീർ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 5 ആണ്. ബഷീർ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 5. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് വി ഷിനിലാലാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് വി ഷിനിലാൽ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയായി അറിയപ്പെടുന്ന സിനിമ ബാലനാണ്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയാണ് ബാലൻ. മലയാളത്തിലെ ആദ്യത്തെ സിനിമ വിഗതകുമാരനാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി. രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ടൂർണമെന്റ് ആണ്.
താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ജിമെയിൽ ആണ് ഇവയിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത്. യാഹൂ, ഗൂഗിൾ, ബിങ് ഇവയെല്ലാം തന്നെ സെർച്ച് എഞ്ചിനുകളാണ്. മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബയോമെട്രിക് സെൻസർ. മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബയോമെട്രിക് സെൻസർ. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? വാൻ, വയർലെസ് ഏരിയ നെറ്റ്വർക്ക് എന്നതാണ് വാന്റെ പൂർണ്ണരൂപം. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഒക്കെ വാൻ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. വാന്റെ പൂർണ്ണരൂപം വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. ഡിജിറ്റൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെന്റ് ഇന്നൊവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം കൈറ്റ് ആണ്. ഡിജിറ്റൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെന്റ് ഇന്നൊവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം കൈറ്റ് ആണ്. സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസാണ് സെഹത് OPD. സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസാണ് സെഹത് OPD. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാ വിവരങ്ങളും നിയമപ്രകാരം പ്രാപ്തമാക്കേണ്ടതാണ് എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. കമ്പ്യൂട്ടറിൽ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ അപേക്ഷകന് നൽകേണ്ടതില്ല എന്ന പ്രസ്താവനയും തെറ്റായ പ്രസ്താവനയാണ്. പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് വിവരാവകാശത്തെ കണക്കാക്കാം എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രസ്താവനകൾ സി, ഡി എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് 2019 ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് 2019 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനുള്ള നിയമത്തിൽ രണ്ടാനച്ഛനെയും രണ്ടാനമ്മയെയും അച്ഛനമ്മമാർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന പ്രസ്താവന തെറ്റാണ്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ ചുമതല അവരുടെ മക്കളുടെ മക്കൾക്കും മാത്രമാണ് എന്ന പ്രസ്താവനയും തെറ്റാണ്. ബന്ധുക്കൾ, അതായത് ഒരു വ്യക്തിക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി മറ്റൊരാളുടെ പേരിൽ തന്നെ നോക്കും എന്നുറപ്പിൽ സ്വത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവരും ബന്ധു എന്ന വിഭാഗത്തിൽ പെടും. അവരും മുതിർന്ന പൗരന്റെ സംരക്ഷണ ചുമതലയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനയും തെറ്റാണ്. പൗരാവകാശ നിയമപ്രകാരം അസ്പൃശ്യത കാരണമാക്കിയുള്ള മതപരമായ അവശതകൾ നിരോധിക്കുന്നില്ല എന്ന പ്രസ്താവനയും തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതിന് ശുപാർശ നൽകുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ രാഷ്ട്രപതിയാണ് എന്ന പ്രസ്താവനയും തെറ്റായ പ്രസ്താവനയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതിന് ശുപാർശ നൽകുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏതു വകുപ്പ് പ്രകാരമാണ് മനുഷ്യജീവന് അപകടമാവുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാകുന്നത്? ആർട്ടിക്കിൾ 279 ആണ്. ആർട്ടിക്കിൾ 279 പ്രകാരമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ആർട്ടിക്കിൾ 279 പ്രകാരമാണ് മനുഷ്യജീവന് അപകടമാവുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാകുന്നത്. വകുപ്പ് 279. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് 279 പ്രകാരമാണ് മനുഷ്യജീവന് അപകടമാവുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാകുന്നത്. കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി സെഷൻസ് കോർട്ടാണ്. കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി സെഷൻസ് കോർട്ടാണ്. ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 15. ബാലവേല നിയന്ത്രിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ്? ആർട്ടിക്കിൾ 24 ബാലവേല നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ വകുപ്പ്. അനുച്ഛേദം 24.
ബാലവേല നിയന്ത്രിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം 24. അടുത്തത് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, അത് നമ്മൾ നോക്കുന്നില്ല. വെറുതെ ഉത്തരം പറഞ്ഞു പോകുന്നതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് മാത്സിന്റെ നോക്കാത്തത്. ചേഞ്ച് ഇൻറ്റു പാസീവ് വോയിസ്. ഓപ്പൺ ദ വിൻഡോ. ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ് എന്നതാണ് അതിന്റെ പാസീവ് എന്ന് പറയുന്നത്. യൂസ് ദ പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. എവരി വൺ ഈസ് എക്സൈറ്റഡ്. എവരി വൺ, എവരിബഡി, സംവൺ, സംബഡി, നോ വൺ, നോബഡി ഇവയൊക്കെ വരുമ്പോൾ തന്നെ ദേ ആണ് വരാറുള്ളത്. അതുകൊണ്ട് ശരിയായ ഉത്തരം ആറിൻറ്റ് ദേ എന്നതാണ്. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ആൻസർ. ആൻ LD ക്ലർക്ക് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. MLA അല്ല, ആൻ MLA, ആൻ അംബ്രല്ല, AU എന്നതാണ് ശരിയായിട്ടുള്ളത്. No sooner had he written his first novel dash he started the next. No sooner വന്നതുകൊണ്ട് അവിടെ വരേണ്ടത് than ആണ്. Change into indirect speech. The master said charity begins at home. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. The master said that charity begins at home. Use the suitable preposition. The minister came in a helicopter. Find out the correct type of sentence. What a beautiful scenery. ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഫർണിച്ചർ ഇൻ ദിസ് റൂം ഡാഷ് ഗുഡ്. ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺസിന്റെ ഒപ്പം എപ്പോഴും സിംഗുലാർ വേർബ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഈസ് ആണ്. ഫർണിച്ചർ ഇൻ ദിസ് റൂം ഈസ് ഗുഡ്. I dashed to play football when I was in UK. I used to play football when I was in UK. I dislike dash watch TV. Dislike, like, love, admit, avoid, deny. അങ്ങനെ ചില വെർബുകൾ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഡാഷ് വന്നാൽ അവിടെ ഉപയോഗിക്കേണ്ടത് ജെറണ്ട് ആണ്. അപ്പോൾ ശരിയായ ഉത്തരം I dislike watching TV എന്നതാണ്. അടുത്ത ചോദ്യം, ശരിയായ പ്രയോഗം തിരിച്ചറിയുക. ഇവിടെ ശരിയായിട്ടുള്ളത് വിശ്വസ്തൻ എന്ന് ഇങ്ങനെ എഴുതുന്നതാണ് ശരിയായ ഉത്തരം. കാട്, കാടിന്റെ പര്യായ ശബ്ദം ഏതാണ്? അടവിയാണ് കാടിന്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത്. കന്ദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്താണ്. പാദപം എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ്. വാബി എന്ന് പറഞ്ഞാൽ വലിയ കുളം, പൊയ്ക എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥം. കന്ദരം കഴുത്ത്, പാദപം വൃക്ഷം, അടവി കാട്, വാബി വലിയ കുളം അല്ലെങ്കിൽ പൊയ്ക എന്നൊക്കെ പറയാം. ഡിക്രി എന്ന പദത്തിന്റെ മലയാള പരിഭാഷ ഏതാണ്? വിധി എന്നുള്ളതാണ്. ഒറ്റപ്പദം എഴുതുക. കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികം. കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികമാണ്. പിരിച്ചെഴുതുക. നിരർത്ഥം. നിരർത്ഥം എന്ന് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? നീ പ്ലസ് അർത്ഥമാണ് നിരർത്ഥം. ബഹുവചന ശബ്ദം കണ്ടെത്തുക. ഇവിടെ ബഹുവചന ശബ്ദം ഏതാണ്? കുട്ടികൾ എന്നുള്ളതാണ് ബഹുവചന ശബ്ദം. പുല്ലിംഗ ശബ്ദം തിരിച്ചറിയുക. നങ്ങ്യാർ, പ്രഭി, ബ്രാഹ്മണി ഇവയൊക്കെ സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. പുല്ലിംഗ ശബ്ദം ഇവയില് മഹാൻ എന്നതാണ്. വിപരീത പദം ആരോഹണം. ആരോഹണത്തിന്റെ വിപരീതം അവരോഹണം. ചേർത്തെഴുതുക. മഹത് പ്ലസ് ചരിതം. മഹത് പ്ലസ് ചരിതം എന്നുള്ളത് മഹച്ചരിതമാണ്. മഹച്ചരിതം ഇങ്ങനെയാണ് എഴുതുന്നത്. സമാന പദം കണ്ടെത്തുക. ധരണി. ധരണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയാണ്. ഭൂമിയുടെ മറ്റു പര്യായങ്ങൾ ധരിത്രി, ക്ഷോണി, പാര്, അജല എന്നിവയെല്ലാം ഭൂമിയുടെ പര്യായ പദങ്ങളാണ്. ധരണി, ധരിത്രി, ക്ഷോണി, പാര്, അജല എന്നിവയെല്ലാം ഭൂമിയുടെ പര്യായ പദങ്ങളാണ്.